ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വാമൻ ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുകയാണ്. പ്രതാപനെ എത്രയും പെട്ടെന്ന് മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിപ്പിക്കണമെന്നും ഇല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കുഴയുമെന്നും എന്നും ഇതുപോലെ കണ്ണൻ്റെ മുൻപിൽ അവൻ സത്യം വിളിച്ചു പറയുന്നത് നമുക്ക് തടയാൻ കഴിഞ്ഞു എന്ന് വരില്ല എന്നെല്ലാം വാമൻ പറയുമ്പോൾ അത് അമ്മാവൻ പറഞ്ഞത് ശരിയാണെന്നും കണ്ണൻ ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ പ്രതാപനെ എന്താ ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല, അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അവൻ്റെ അച്ഛനെ എന്ന് അനന്തു പറയുന്നുണ്ട്. തുടർന്ന് അമ്മാവൻ കൂടി എല്ലാത്തിനും സഹായിയായിട്ട് കൂടെ ഉണ്ടാവണം എന്ന് അനന്തു പറയുന്നതും ഞാനെങ്ങാനും പ്രതാപൻ്റെ മുന്നിൽ ചെന്നാൽ അവനെല്ലാം വിളിച്ചു പറയും, അതുകൊണ്ട് മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് ഞാൻ കൂടി പോയാൽ ആകെ പ്രശ്നമാകും എന്നറിയാവുന്ന വാമൻ അത് നീയും ആ സാഗറും ചേർന്ന് അവനെ കൊണ്ടുപോയാൽ മതിയെന്ന് പറയുന്നുണ്ട് കേട്ടോ വാമൻ. പിന്നീട് മാർക്കോ യാത്രയൊക്കെ കഴിഞ്ഞ് തിരികെ എത്തുന്നു. ചടങ്ങുകളൊക്കെ നന്നായിട്ട് നടന്നില്ലേ, അലമ്പെന്തെങ്കിലും ഉണ്ടാക്കിയാൽ നല്ല തിരിച്ചടി കിട്ടുമെന്ന് താക്കീത് കൊടുത്തിട്ടാണ് ഉണ്ണിക്ക് താക്കീത് കൊടുത്തിട്ടാണ് ഞാൻ പോയത് എന്ന് മാർക്കോ പറയുമ്പോൾ ഉണ്ണി പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല, പക്ഷേ കരുണയുടെ അച്ഛൻ എല്ലാം നശിപ്പിച്ചേനെ. തുടർന്ന് ചടങ്ങിൽ വെച്ച് നടന്ന കാര്യങ്ങളെല്ലാം മഹി മാർക്കോയെ അറിയിക്കുന്നു. അപ്പോൾ എല്ലാം കേട്ട് കഴിയുമ്പോൾ ഞാൻ അന്നേ പറഞ്ഞില്ലേ മഹാലക്ഷ്മി, അവരെ അങ്ങ് തീർത്ത് കളയാണ് വേണ്ടത്, അതിൽ കുറ്റബോധം തോന്നേണ്ട കാര്യമൊന്നുമില്ല, അത്രയ്ക്ക് ദുഷ്ടനാണ് അയാൾ എന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട മാർക്കോ, തൽക്കാലം കണ്ണേട്ടനൊന്നും അറിഞ്ഞിട്ടില്ല, എങ്കിലും എത്ര നാൾ ഇത് കണ്ണേട്ടനിൽ നിന്ന് മറച്ചു വയ്ക്കാൻ കഴിയുമെന്ന് പറയാൻ പറ്റില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ മഹി. ചികിത്സ കൊണ്ട് കരുണയുടെ അച്ഛൻ്റെ അസുഖം ഭേദമാക്കി എടുക്കാമെന്നാണ് അനന്തുവേട്ടനും സാഗറുമൊക്കെ പറയുന്നതെന്നും മഹി പറയുന്നുണ്ട്. എന്തായാലും എല്ലാ രഹസ്യത്തിനും ഒരായുസ്സുണ്ടെന്നും കണ്ണൻ സാറ് എല്ലാം അറിഞ്ഞാലും മഹാലക്ഷ്മിയെ അങ്ങനെ വെറുക്കാനൊന്നും കണ്ണൻ സാറിന് കഴിയില്ല എന്നെല്ലാം മാർക്കോ പറഞ്ഞ് മഹിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. തുടർന്ന് അതുമാത്രമല്ല മാർക്കോ, അന്ന് വിഷം ഉള്ളിൽ ചെന്നതുകൊണ്ട് കുഞ്ഞിനെന്തെങ്കിലും പോരായ്മ ഉണ്ടാകുമോ എന്ന പേടിയും ഉണ്ടെന്ന് പറയുമ്പോൾ ഒന്നും ഉണ്ടാവില്ല മഹാലക്ഷ്മി ധൈര്യമായിട്ടിരിക്കുക എന്നും പറഞ്ഞ് മഹിക്ക് ധൈര്യം കൊടുക്കുകയാണ് മാർക്കോ ചെയ്യുന്നത്. മാർക്കോയോട് സംസാരിക്കുമ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്ത സമാധാനമാണെന്നും തുടർന്ന് എവിടേക്ക് ആ ചടങ്ങിൽ പോലും പങ്കെടുക്കാതെ യാത്ര പോയത് എന്ന് മഹി ചോദിക്കുമ്പോൾ കണ്ണൻ സാറും മഹാലക്ഷ്മിയും എൻ്റെ വിവാഹത്തെക്കുറിച്ചും ഒരു കുടുംബജീവിതം ഉണ്ടാകുന്ന കാര്യത്തെക്കുറിച്ചും പറഞ്ഞിരുന്നല്ലോ, അതിനെന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി പോയതാണ്, ബാക്കിയൊക്കെ സമയം ആകുമ്പോൾ ഞാൻ അറിയിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മാർക്കോ പോകുന്നു. ശേഷം കരുണാലയത്തിൽ എത്തുന്നുണ്ട്. കരുണയെ കാണുമ്പോൾ തന്നെ നിന്റെ മുത്തശ്ശിയെ, അതായത് നിന്റെ അമ്മയുടെ അമ്മയെ കൊന്നത് എൻ്റെ ഈ അമ്മയാണെന്നും പിന്നെ കണ്ണൻ്റെ അച്ഛനെ കൊല്ലാൻ എനിക്ക് കൊട്ടേഷൻ തന്ന ആ വാമദേവനുണ്ടല്ലോ, അവൻ ഇതിനു മുൻപ് പലരെയും കൊന്നിട്ടുണ്ട്, അവനെ സൂക്ഷിക്കണം, അവൻ വാമനല്ല വാനരനാണെന്നെല്ലാം പ്രതാപൻ പറയുമ്പോൾ അത് കേട്ട് ഭയന്ന് വിറയ്ക്കുന്നുണ്ട് കേട്ടോ കരുണ. ഇനി സത്യം പുറത്തറിയാതിരിക്കാൻ വേണ്ടി അയാൾ എൻ്റെ അച്ഛനെ അപായപ്പെടുത്താൻ ശ്രമിക്കുമോ എന്നും ആലോചിച്ച് കരുണ വല്ലാതെ തന്നെ ടെൻഷനാവുന്നു. ശേഷം മുത്തശ്ശി, അച്ഛൻ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്, അമ്മയുടെ അമ്മയെ കൊന്നത് മുത്തശ്ശിയാണെന്നൊക്കെയാണല്ലോ അച്ഛൻ ഈ വിളിച്ചു പറയുന്നത്, എത്രയും പെട്ടെന്ന് അച്ഛനെ ചികിത്സിക്കണമെന്ന് പറയുമ്പോൾ അതൊക്കെ അവൻ തലയ്ക്ക് വെളിവില്ലാതെ വെറുതെ വിളിച്ചു പറയുന്നതാണ് മോളെ, മോൾ അതൊന്നും വിശ്വസിക്കാൻ നിൽക്കണ്ട എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ കരുണയോട്. പിന്നീട് മാർക്കോ സിദ്ധിയായിട്ടുള്ള അമ്മയെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. തുടർന്ന് നിന്റെ യാത്രയെക്കുറിച്ചൊക്കെ ഞാൻ അറിഞ്ഞു എന്നും സമയമാകുമ്പോൾ നിന്റെ ജീവിതത്തിൽ പുതിയ സന്തോഷങ്ങളൊക്കെ ഉണ്ടാകുമെന്നും അമ്മ പറയുന്നു. അമ്മയ്ക്ക് എല്ലാം അറിയാമെന്ന് എനിക്കറിയാം, അമ്മ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല, അതൊക്കെ അവിടെ നിൽക്കട്ടെ, മഹാലക്ഷ്മി വളരെ വിഷമത്തിലാണെന്നും ആ പ്രതാപനാണ് മഹാലക്ഷ്മിയുടെ ഉറക്കം കെടുത്തുന്നത്, ഈ സമയത്ത് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് നല്ലതിനല്ല എന്നെല്ലാം മാർക്കോ പറയുമ്പോൾ അയാളുടെ നാവടക്കി വയ്ക്കേണ്ട സമയം കഴിഞ്ഞു, അല്ലെങ്കിൽ മഹാലക്ഷ്മിയുടെ ജീവിതത്തെ അത് ബാധിക്കുമെന്നെല്ലാം മാർക്കോ പറയുമ്പോൾ നീയായിട്ട് ആ പ്രതാപനെ ഒന്നും ചെയ്യാൻ പോകണ്ട, കണ്ണൻ്റെ അച്ഛൻ്റേത് വെറും ഒരു അപകട മരണം അല്ലെന്നും അതൊരു കൊലപാതകമാണ്, അതുകൊണ്ട് ആ പ്രതാപനെ മാത്രം ശിക്ഷിക്കുന്നതിൽ അർത്ഥമില്ല, അയാളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ച ഒരാൾ ആർക്കും മുഖം കൊടുക്കാതെ മറിഞ്ഞിരിപ്പുണ്ട്, അയാളുടെ മുഖം മൂടി വലിച്ചു കീറാൻ വേണ്ടിയിട്ടാണ് കണ്ണൻ്റെ അച്ഛനെ കൊണ്ട് ഞാൻ ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന രഹസ്യം അമ്മ മാർക്കോയെ അറിയിക്കുന്നു. അപ്പോൾ കണ്ണൻ സാറിൻ്റെ അച്ഛൻ്റേത് വെറും ഒരു അപകട മരണമല്ലേ, കൊലപാതകമാണോ, അതാരാണ് ചെയ്യിച്ചത് എന്ന് മാർക്കോ ചോദിക്കുമ്പോൾ സമയമാകുമ്പോൾ നീ എല്ലാം അറിയുന്നു മാത്രം പറഞ്ഞുകൊണ്ട് അമ്മ അവിടെ നിന്ന് നടന്ന് നീങ്ങാണ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന കിടലൻ എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്